മെസ്സി ആളെങ്ങനെയാണ് ശരിക്കും? മെസ്സിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ കുറേ സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരന് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനത് ഓൾറെഡി ഞാൻ നേരത്തെ വിചാരിച്ചതുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ലെറ്ററിനകത്തേക്ക് ഞാൻ പറയാനുള്ളത് മൊത്തം സ്പാനിഷിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പുള്ളിയുടെ അത് കൊടുത്തു. ഫസ്റ്റ് എന്താ പറഞ്ഞത്? ആദ്യം ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ നോക്കി തന്നെ. അപ്പോഴത്തേക്കും എനിക്ക് പരിപാടി മനസ്സിലായി. ഓക്കെ, മാനേജർ ഉണ്ടായിരുന്നു. അപ്പോൾ മാനേജർ ഇങ്ങനെ നോക്കി. അപ്പോൾ എനിക്ക് തോന്നി പുള്ളിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ ഇതിങ്ങനെ എടുത്ത് കൊടുത്തു. പുള്ളി അത് വായിക്കുന്നു. വായിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ നോക്കി ഓക്കെ എന്നുള്ള രീതിയിൽ പുള്ളി വീണ്ടും ഒരു ഹഗ് വന്നു. ഓക്കെ, മെസ്സിയുടെ ഹഗ് കിട്ടി. മെസ്സിൻ്റെ ഹഗ് അതിന് മുമ്പേ കിട്ടിയായിരുന്നു. ആക്ച്വലി ഞാൻ വന്ന് കയറിയപ്പം തന്നെ നമ്മൾ ഓവർവെൽംഡ് ഇത്രയും വലിയൊരാളെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഡയറക്ടർ പറഞ്ഞായിരുന്നു കൂടുതൽ ചളവാക്കരുത്, കയ്യിൽ നിന്ന് പോകരുതെന്ന് പുള്ളി കണ്ടിട്ട് ആക്രാന്തം കാണിക്കുന്നത് കുറച്ച് മര്യാദ അത് പുള്ളി കയ്യിൽ നിന്ന് പോകരുതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പുള്ളി ആദ്യം ഇങ്ങനെ നോക്കി. പുള്ളി ഇങ്ങനെ സംഭവമൊക്കെ ഇങ്ങനെ മാനേജർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇന്ന ആളാണ് കഥയുടെ ഒരു പശ്ചാത്തലവും പുള്ളിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് എനിക്ക് അറിഞ്ഞൂടാ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം, അവർക്ക് എന്ത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മറ്റേ ഇങ്ങനെ തൊട്ടോട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അപ്പോൾ കമാൺ മൈ ബോയ് എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ അങ്ങനെ കൈ കാണിച്ചു. അപ്പോൾ ഞാൻ ഓടിപ്പോയി ഞാൻ അങ്ങ് ഹഗ് ചെയ്തു.